കഴിഞ്ഞ എപ്പിസോഡുകളിലായി നമ്മൾ സംസാരിച്ചത് ആസാദ് എന്ന പോലീസുകാരൻ്റെ സ്വഭാവ വൈകൃതങ്ങളും തീർത്തും വ്യത്യസ്തമായ അദ്ദേഹത്തിൻ്റെ കുറ്റാന്വേഷണ പരമ്പരകളെക്കുറിച്ചുമാണ്. അദ്ദേഹം ഈ കേസിലെടുക്കുന്ന വ്യത്യസ്തമായ നിലപാടുകളും അതിസങ്കീർണമായ കുറ്റാന്വേഷണ രീതികളും നമുക്ക് നോക്കാം. ഇറ്റ്സ് മീ യുവർ വിമൽ വിജസ്റ്റ്. ഇതിനോടകം തന്നെ ആ വീടിനെ കുറിച്ച് ആസാദ് ഒരു അന്വേഷണം നടത്തിയത്. ആ വീട് പണിഞ്ഞത് അരനൂറ്റാണ്ട് മുമ്പാണ്. ചെറിയാൻ ദേവസ്യ എന്ന അമേരിക്കൻ പ്രവാസി അയാൾക്ക് ലഭിച്ച കുടുംബ സ്വത്തിന്റെ ഒരു വീതം ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ആ വീട്. 3 വർഷങ്ങൾക്ക് മുമ്പ് ചെറിയാൻ ദേവസ്യ പ്രായാധിക്യം മൂലം മരണപ്പെട്ടു. നിലവിൽ അയാളുടെ മക്കളുടെ പേരിലാണ് ആ വീട്. അവരാകട്ടെ വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രവാസ ജീവിതം ആരംഭിച്ചവരാണ്. അവരുടെ അവസാന വരവിന് വീടിന്റെ താക്കോൽ വാർഡ് മെമ്പറെ ഏൽപ്പിക്കുകയും പൊതുവായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞതല്ലാതെ ആ വീടുമായി അവർക്ക് യാതൊരുവിധ ബന്ധവുമില്ല. പക്ഷെ വാർഡ് മെമ്പർ പിന്നീട് അങ്ങോട്ട് പല ആളുകൾക്ക് അത് വാടകയ്ക്ക് നൽകി ഒരു വരുമാന മാർഗം കണ്ടെത്താൻ ശ്രമിച്ചു. അതിൽ അവസാനം എത്തിയവരാണ് ആ 8-അംഗ സംഘം. അവർക്ക് മുമ്പ് ഒരു അധ്യാപകനും അയാളുടെ അമ്മയും ഒരു മരംവെട്ടുകാരനും ഒരു നോവലിസ്റ്റ് അങ്ങനെ തുടങ്ങി 6ഓളം ആളുകൾ ആ വീട്ടിൽ താമസിച്ചു. പക്ഷെ അവരിൽ ആർക്കും തന്നെ അതിനുള്ളിൽ ഒരു കിണറുള്ളതായി അറിവില്ല. വീടിന്റെ ഉടമകളുമായി ഈ വക കാര്യങ്ങൾ അന്വേഷിക്കാൻ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ തന്നെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അധികം താമസിക്കാതെ തന്നെ അവരുടെ മറുപടി ഡിപ്പാർട്ട്മെന്റ് പ്രതീക്ഷിച്ചിരുന്നു. അതുകൂടാതെ ആസാദ് മറ്റൊരു കത്ത് അവർക്ക് അയച്ചിരുന്നു. പക്ഷെ അതിന്റെ മറുപടി കിട്ടാൻ മാസങ്ങൾ എടുക്കുമെന്നുള്ളതിൽ തർക്കമില്ല. ആ സമയം ആസാദ് വടയാറിലേക്കുള്ള യാത്രയിലായിരുന്നു. പോകുന്ന വഴിയിലൊക്കെയും ജീപ്പിന്റെ ഇരുവശങ്ങളിലേക്കും ആസാദ് മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. ആസാദിന്റെ ക്ഷണത്തിന് കാത്തു നിൽക്കാതെ SI ആന്റണിയും ആ ജീപ്പിൽ ഇടം പിടിച്ചു. രഘു ഒരു പാപകണക്കെ പുറകിലത്തെ സീറ്റിലിരുന്ന് വിയർക്കുന്നുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ അയാളിൽ വല്ലാത്ത തരം പരിഭ്രാന്തി പ്രകടമായിരുന്നു. പക്ഷെ രഘുവിനെ ഒപ്പം കൂട്ടാൻ പറഞ്ഞതല്ലാതെ ഈ നിമിഷം വരെ ആസാദ് അയാളോട് ഒരക്ഷരം പോലും ഉരിയാടിയിട്ടില്ല. പക്ഷെ ആന്റണി അതിനൂടെ കൂട്ടിച്ചേർത്തുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അതിനിടയിൽ ഒരു തവണ രഘു എന്തോ ഒന്ന് പറയാൻ തുടങ്ങി. പക്ഷെ ആ സമയം ആസാദ് ജീപ്പിന്റെ സീറ്റിൽ ആഞ്ഞടിക്കുകയും ഡ്രൈവറോട് വേഗം പോകാൻ ആക്രോശിക്കുകയും ചെയ്തു. വടയാറിലെത്തിയതും അവിടെ പണി നടക്കുന്ന വീടും പരിസര പ്രദേശങ്ങളും ആന്റണിയും കോൺസ്റ്റബിൾമാരും ചേർന്ന് പരിശോധിക്കാൻ തുടങ്ങി. അതിനു താഴെയായി ഒരു പുഴയുണ്ടായിരുന്നു. പുറം ലോകത്തിൻ്റെതായ കലക്കങ്ങളില്ലാതെ തെളിഞ്ഞൊഴുകുന്ന ഒരു പുഴ. അതിനുള്ളിൽ വെട്ടിയാടുന്ന തൻ്റെ പ്രതിബിംബത്തെ ആസാദ് അല്പസമയം നോക്കി. പെട്ടെന്ന് തൻ്റെ പ്രതിബിംബത്തിൻ്റെ അരികിലായി രഘുവിൻ്റെ പ്രതിബിംബവും ഇടം പിടിച്ചു. ആസാദ് തിരിഞ്ഞു നോക്കി. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, രഘു പറഞ്ഞു. ഒറ്റ വാക്കിൽ ആസാദ് അനുമതി നൽകി. സാറേ, അന്നവന്മാർ ജോലിക്ക് വന്നപ്പോൾ തൊട്ട് എനിക്ക് ഭ്രാന്താണ്. അവിടെ ഉണ്ടെന്ന് ഞാൻ കരുതിയ ഒരു ഉറവ അവർക്ക് കുഴിച്ചെടുക്കാൻ പറ്റിയില്ല. അതുകൂടാതെ 10 മിനിറ്റ് കൂടുമ്പോൾ വീതം അവറ്റുകൾ വെള്ളം ചോദിച്ചുകൊണ്ടേ. എൻ്റെ സാറെ, കന്നുകാലികൾ കുടിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ വെള്ളം ഈ പാണ്ഡികൾ കുടിക്കും. സാറിനറിയാലോ, ഈ നാട്ടിൽ ഇപ്പോൾ നമ്മുടെ ചോരയെക്കാട്ടിലും വിലയുണ്ട് ഒരു തുള്ളി വെള്ളത്തിന്. ഞാൻ നല്ലത് പറഞ്ഞു. ആ ദേഷ്യത്തിൽ അവന്മാരിലൊരുത്തൻ എൻ്റെ കഴുത്തിന് കയറി പിടിച്ചു. എവിടുന്നോ വന്ന ഒരു കറുത്ത പെലയം പാണ്ടി എൻ്റെ ദേഹത്ത് കയറി പിടിച്ചിരിക്കുന്നു. സാറാണാൾ സഹിക്കുമോ? രഘു ചോദിച്ചു. അയ്യോ, അതെങ്ങനെ സഹിക്കാൻ പറ്റും? ആസാദ് മറുപടി പറഞ്ഞു. ആ സമയം രഘുവിൻ്റെ വാക്കുകളിലെ വർഗീയതയുടെ നാറ്റം ആസാദിന് അസഹ്യമായിരുന്നു. പക്ഷെ അയാൾ സ്വയം നിയന്ത്രിച്ചു. രഘു തുടർന്നു. സാറേ, അപ്പോഴത്തെ ദേഷ്യത്തിൽ എൻ്റെ 2 പണിക്കാരോട് ഇവന്മാരെ ഒന്ന് കൈകാര്യം ചെയ്യണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. കൊന്നുകളയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത് പറഞ്ഞു തീർന്നതും രഘു പൊട്ടിക്കരഞ്ഞു. പക്ഷെ ആസാദിനത് കുറ്റബോധത്തിൻ്റെ കണ്ണീരായി തോന്നിയില്ല. അത് ഭയപ്പാടിൻ്റെതായിരുന്നു. ആസാദ് അയാളെ നോക്കി ഒന്ന് ചിരിച്ചതിന് ശേഷം പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, താൻ ചെല്ല്. തന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. താൻ പോയി തമിഴ്നാട്ടിലെ പാണ്ടികളെയെല്ലാം മര്യാദ പഠിപ്പിച്ച് നായരാണ്. ആ സമയം ഒരു സർക്കാസം മനസ്സിലാക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല രഘു. അയാൾ തിരികെ പോയി ജീപ്പിലിരിക്കാൻ തുടങ്ങി. അത് കണ്ടതും ആസാദ് അവിടെ നിന്നും അലറി. അതിലെങ്ങാനും കയറി ആസനമുറപ്പിച്ചാൽ തന്നെ ഞാൻ അതിൽ കെട്ടിവലിക്കും. തിരിച്ച് എങ്ങനെയാന്ന് വെച്ചാൽ നടന്നോ നിരങ്ങിയോ പൊക്കോണം. ആസാദിന്റെ ശരീരം ഒന്നാകെ വിറച്ചു. പക്ഷെ പുറകിലായി നിന്നിരുന്ന ആന്റണി കേൾക്കാതിരിക്കാൻ മാത്രം പതുക്കെ ആയിരുന്നില്ല അവരുടെ സംഭാഷണം. എന്തർത്ഥത്തിലാണ് അയാളെ സാർ പറഞ്ഞു വിട്ടത്? ആന്റണി അത് ചോദിച്ചത് ഗൗരവത്തിൽ തന്നെയാണ്. അല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം ആസാദ് മറുപടി പറഞ്ഞു.
ആ പറഞ്ഞതൊക്കെ അയാളുടെ തോന്നൽ മാത്രമാണ്. 6 ആളുകളെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ കൊലപ്പെടുത്തുക, അതും മൽപ്പിടുത്തം ഒന്നും ഇല്ലാതെ തന്നെ. അത് ഒരു ദിവസത്തെ വഴക്കിന്റെ ബാക്കിയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഈ കേസ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു ചോദ്യത്തിനുമുള്ള ഉത്തരമല്ല അയാൾ പറഞ്ഞു തോന്നുന്നു. പക്ഷേ എൻ്റെ കണക്കുകൂട്ടലുകൾ ശരിയാണെങ്കിൽ രഘു പറഞ്ഞുവിട്ട അയാളുടെ 2 പണിക്കാരും ഇതിനോടകം മിസ്സിംഗ് ആയിട്ടുണ്ടാവും. അതുമല്ലെങ്കിൽ അവരും കൊല്ലപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ സാർ സംസാരിക്കുകയൊക്കെ ചെയ്യും അല്ലേ? ആന്റണി ചോദിച്ചു. അതിന് ആസാദ് ഉത്തരം പറഞ്ഞില്ല. തിരികെ സ്റ്റേഷനിലെത്തിയ അവർ കണ്ടത് അത്ര ശുഭകരമായ ഒരു കാഴ്ചയായിരുന്നില്ല. ഒരു നാട് മുഴുവൻ ഒന്നാകെ ആ പോലീസ് സ്റ്റേഷൻ വളർന്നിരുന്നു. ജീപ്പ് കണ്ടതും അവരൊരു വല കണക്കിന് അതിനെ പൊതിഞ്ഞു. നന്നേ പണിപ്പെട്ടാണ് അവർ സ്റ്റേഷനിലുള്ളിലേക്ക് കയറിയത്. അവർ പലരും ദേഹത്ത് കൈവെക്കുകയും തള്ളുകയും ചെയ്തത് ആന്റണിക്ക് ഒരു തരിമ്പ് പോലും ബോധിച്ചില്ല. ആസാദ് പറഞ്ഞതനുസരിച്ച് ആ വീടിനുള്ളിലെ കിണറിന്റെ ആഴം കൂട്ടാൻ കോൺസ്റ്റബിൾ ഒരു ശ്രമം നടത്തിയിരുന്നു. ആ ശ്രമത്തിന്റെ അനന്തരഫലമാണ് അവർ അവിടെ ആ നിമിഷം കണ്ടത്. നാട്ടുകാർ പറയുന്നതനുസരിച്ച് വളരെ അപരിചിതമായ കാര്യങ്ങളാണ് ആ വീടിനുള്ളിൽ സംഭവിക്കുന്നത്. രാത്രി സമയങ്ങളിൽ അവിടെ നിന്നും ശബ്ദങ്ങൾ കേൾക്കുന്നു. ഒരു കുഞ്ഞിനെയും അമ്മയെയും അസ്വാഭാവികമായ സാഹചര്യത്തിൽ പലരും കാണുന്നു. ഇതൊന്നും കൂടാതെ അവിടുത്തെ ക്ഷേത്രത്തിൽ നടത്തിയ ദേവപ്രശ്നമനുസരിച്ച് ആ വീട്ടിലെ കുഴി തോണ്ടിയാൽ അത് നാടിന്റെ തന്നെ കുഴി തോണ്ടലായി തീരുമത്രേ. ആസാദ് ഏതെങ്കിലും 2 പേരോട് ഉള്ളിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. ഉള്ളിലേക്ക് വന്നതിൽ ഒരാൾ അവിടുത്തെ വാർഡ് മെമ്പറായിരുന്നു. അവർ വന്നതും ആസാദ് ചോദിച്ചു, താനൊക്കെ ചോറ് തന്നെയല്ലേ കഴിക്കുന്നത്? അതിലെ പരിഹാസം മെമ്പർക്കത്ര പിടിച്ചില്ല. അയാൾ പറഞ്ഞു, സാർ കൂടുതൽ വർത്താനമൊന്നും പറയണ്ട. സാറിന്റെ വട്ടും ഭ്രാന്തും ഇവിടെ എല്ലാവർക്കും അറിയാം. സാറിന്റെ ഭാര്യയെ ഒഴിവാക്കിയതുപോലെ നാട്ടുകാരെ മൊത്തത്തിൽ അങ്ങ് ഒഴിവാക്കിയിട്ട് ഇവിടെ കയറി ഭരിച്ചേക്കാമെന്ന് വിചാരിക്കേണ്ട. അത് കേട്ടതും ആസാദിൽ ഒരുതരം ശൂന്യത പടർന്നു കയറി. ആസാദ് പതുക്കെ എഴുന്നേറ്റു. പക്ഷേ അതിനോടകം തന്നെ ആന്റണിയുടെ ബൂട്ട് മെമ്പറുടെ ചങ്കത്ത് ഒരു നല്ല സ്ഥാനം കണ്ടെത്തിയത്. അയാൾ തെറിച്ചു വീണു. ദേവനും ദേവന്റെ പ്രശ്നമൊക്കെ അങ്ങ് അമ്പലത്തിൽ. ഇത് പോലീസ് സ്റ്റേഷനാണ്. എല്ലാ ഈ നിമിഷം ഇവിടെ നിന്നും പോയിക്കോണം. ഓടിനട ചെറ്റകളെ ആന്റണി അലറി. അവിടെ നിന്നും പോകുന്നതിന് മുമ്പ് വാർഡ് മെമ്പർ ഒരു കാര്യം കൂടി പറഞ്ഞു. ഈ നാട്ടിൽ നിന്നും അത് കുഴിക്കാൻ ആരെയും പ്രതീക്ഷിക്കേണ്ടായിരുന്നു. ആ ഉദ്യമം എന്തായാലും അന്ന് നടന്നില്ല. പക്ഷെ അന്ന് വൈകിട്ട് ആന്റണി ഇടുക്കിയിലോട്ട് ഒരു കമ്പി അയച്ചു. അതിൻ്റെ 2 അഡ്രസ് ഇങ്ങനെയായിരുന്നു: അഗസ്നോസ് ഫിലിപ്പ്, കുരിശുകാട്ടിൽ ഹൗസ്, പുല്ലുമേട് PO, കുമളി, ഇടുക്കി. ഇറ്റ്സ് മീ, യുവർ വിമൽ, സൈനിങ് ഓഫ്.